ഈ ഈ ഇതിനകത്ത് ഈ കിണറിനകത്ത് അല്ലെങ്കിൽ ഈ പാതാളം എന്ന് പറയുന്നതിനകത്ത് പാതാള ജിന്നുകളുണ്ട്, പാതാള കാപ്പിരികളുണ്ട്. ഇതൊക്കെ മുസ്ലിം ബാധകളാണ്. അപ്പം ഇതുണ്ട്. ഹിന്ദുപരമായിട്ടുള്ള രീതിയിലുള്ള മൂർത്തികളും അവിടെയുണ്ട്. പാതാള ഭൈരവി, പാതാള ഭദ്രകാളി. ഈ പാതാള ഭദ്രകാളിക്കും ഭൈരവിക്കും ഒക്കെയാണ് നമ്മൾ ഈ കോഴിയും ആടും ഒക്കെ വെട്ടുന്നത്. അപ്പോൾ ഈ കിണറിന് ചുറ്റുമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഷൈബു ആണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏറ്റുമാനൂരാണ്. അപ്പം ദ്രാവിഡ ജ്യോത്സ്യം എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്. ദ്രാവിഡ മാന്ത്രികം, താന്ത്രികം, യോഗ, വാസ്തു, അപ്പം എല്ലാ കാര്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ള വളരെ വിശിഷ്ടമായൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് കടമറ്റത്തെ കത്തനാർ എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ഈയിടയ്ക്ക് കണ്ട സിനിമ, ഏറ്റവും പ്രചാരത്തിലായ സിനിമ ലോക. അതിൽ കത്തനാൻ്റെ അച്ഛൻ്റെ ആ ഒരു എല്ലാ ശക്തികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതും അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നതും അതെങ്ങനെയാണ് ആ നീലിയായിട്ടുള്ള ബന്ധമൊക്കെ അതിനകത്ത് വളരെ മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കണമെങ്കിൽ അതിൽ എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കും. അപ്പം കടമറ്റത്ത് അച്ഛൻ്റെ സേവ പാരമ്പര്യമായിട്ട് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, പൂർവികരെല്ലാവരും ഈ സേവ പ്രാക്ടീസ് ചെയ്ത് വന്ന് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയും ഒരുപാട് പേർക്ക് അതിലൂടെ ആശ്വാസം ലഭിക്കുകയൊക്കെ ആശ്വാസം നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കത്തനാർ അച്ഛൻ്റെ ആ സേവ, കടമറ്റത്ത് പള്ളി, കടമറ്റത്തുള്ള താങ്കൾ പറഞ്ഞ ഒരു കിണർ, അപ്പോൾ അവിടെയൊക്കെ പൂജകൾ അല്ലെങ്കിൽ കുരുതി കൊടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പലർക്കും അവരുടെ കാര്യസാധ്യത്തിനായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ടും സംസാരിക്കാമോ? കടമറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ, കടമറ്റം എന്ന് പറയുന്നത് ആ പള്ളി പുരാതനമായിട്ടുള്ള പള്ളിയാണ്. അവിടെ ഇപ്പം സിനിമ കണ്ടവർക്ക് നമ്മളൊരു അതിൻ്റെ കഥ പറയേണ്ട കാര്യമില്ല. അവിടെ പൗലോസ് അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന് ഒരിക്കൽ അവിടെ, അതായത് വന്ന കാലത്തൊക്കെ അവിടെ വനമായിരുന്നു. ആ വനമേഖലയിൽ ഈ അന്ന് അവിടുത്തെ മെയിൻ വികാരി അച്ഛന് കുറച്ച് പള്ളിയിൽ കുറച്ച് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നോക്കാൻ വേണ്ടി വന്നു നിന്ന ഒരാളാണ് അവിടെ, ഒരു ബാലനായിട്ട് വന്ന ആളാണ് ഈ പൗലോസ് അച്ഛൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരിക്കൽ ഈ കന്നുകാലികളൊക്കെ അഴിച്ചുവിട്ട്, അന്നൊക്കെ അഴിച്ചുവിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊരു പശുവിനെ അന്ന് വൈകിട്ട് തിരിച്ചടിച്ചപ്പോഴത്തേനും തിരിച്ച് കൂട്ടിൽ കയറ്റാൻ നോക്കിയപ്പോൾ ഒരു പശുവിനെ കണ്ടില്ല. ആ പശുവിനെ തിരക്കി പോയി. അന്ന് വനമായതുകൊണ്ട് പശുവിനെ തിരക്കി അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളും പൗലോസ് അച്ഛനും കൂടിയാണ് വനത്തിൽ പശുവിനെ തിരക്കി പോകുന്നത്. അതൊരു വേണ്ടപ്പെട്ടൊരു പശുവായിരുന്നു, ഒരു പ്രത്യേക സ്നേഹമുള്ളൊരു പശുവായിരുന്നു. അതിനെ തിരക്കി പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ രാത്രി അന്ന് വൈകിയത് കൊണ്ട് ചൂട്ടും കത്തിച്ച് പന്തവും കത്തിച്ചൊക്കെയാണ് അന്നത്തെ വെളിച്ചത്തിന് വേണ്ടിയുള്ള മാർഗം. അങ്ങനെ പോയി ആൾ കാട്ടിൽ വഴി തെറ്റിപ്പോയി ഈ ഊരാളിമാരുടെ, അതായത് വനത്തിലുള്ള ആദിവാസികളുടെ കയ്യിൽ പിടിക്കപ്പെടുവാണ്. പിടിക്കപ്പെട്ട് അദ്ദേഹം അവിടെ പിടിച്ച് മൂപ്പൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അന്ന് ഈ ആദിവാസി, അന്നല്ല പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഈ വനമേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ചൊരു മൂപ്പൻ വരുമ്പം അയാളെ പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് അവിടെ കൊണ്ട് മൂപ്പൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചിട്ട് അവിടെ മൂപ്പനാണ് പിന്നെ വിധി എഴുതുന്നത്. എന്ത് ചെയ്യണം, കൊല്ലണോ വേണ്ടയോ, വളർത്തണോ, പറഞ്ഞു വിടണോ എന്നുള്ളതൊക്കെ അദ്ദേഹം തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു സമയത്ത് ഈ പൗലോസ് അച്ഛനെ കണ്ടിട്ട് മൂപ്പന് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവിടെ കൂടെ നിർത്താനാണ് തോന്നിയത്. കാരണം അത്രയും ഒരു നിഷ്കളങ്കനായ ഒരാളാണെന്ന് മനസ്സിലായതുകൊണ്ട്. അത് തന്നെയല്ല, മൂപ്പന് ഈ മാന്ത്രികത്തെക്കുറിച്ചും താന്ത്രികത്തെക്കുറിച്ചും ഒക്കെ നല്ല അറിവുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഇയാളെ കണ്ടപ്പോഴേ മനസ്സിലായി ആൾ കുഴപ്പക്കാരനല്ലെന്ന് മനസ്സിലായി. പിടിച്ച് കൂടെ നിർത്തുമായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം അവിടെ നിന്ന് ഇവരുടെ കൂട്ടത്തിൽ വിദ്യകളൊക്കെ പഠിച്ചു. ഈ മൂപ്പൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പൗലോസ് അച്ഛനെ, അതായത് ഇദ്ദേഹത്തിനെ അവിടെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പള്ളിയിലെ കടമറ്റത്തെ ഒരച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന് വയ്യാഴി വന്നു. വയ്യാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗബാധിതനായി കിടപ്പിലായി. അപ്പം ആ കാലം കൊണ്ട്, വർഷങ്ങളായി അന്നേരം ഇദ്ദേഹം പോയിട്ട്, ആ കാലം കൊണ്ട് ഇദ്ദേഹം ഈ വിദ്യകളൊക്കെ പഠിച്ചത് തന്നെയല്ല, ഈ വികാരിയച്ഛൻ അവിടെ വയ്യാതെ ആയെന്നുള്ളൊരു
ഒരു മാനസികമായിട്ടുള്ളൊരു അറിവ് കിട്ടി. അതുപോലെ പഠിച്ചു ആ സമയം കൊണ്ട്. അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പനോട് പറഞ്ഞു, ഈ ആദിവാസി മൂപ്പനോട് പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്. അപ്പം അന്ന് വികാരിയച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന ആ നിലയിലായി മൂപ്പനുമായിട്ടും ഈ പൗലോസച്ഛൻ്റെ ബന്ധം. അതുപോലെയായി അച്ഛനും മകനും പോലുള്ള ബന്ധമായി. അപ്പം ഈ മൂപ്പനോട് പറഞ്ഞു, ഇന്ന പോലെ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, എനിക്ക് ഇന്ന പോലെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, എനിക്ക് അയാളെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ പോകാം, പക്ഷേ ഇവിടെ ആരും അറിയാതെ പോയാൽ മതി, അതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ യാത്ര അയക്കുന്നുണ്ട്. യാത്ര അയച്ച് അപ്പോൾ അന്നേരം ഈ നമ്മുടെ ഈ പൗലോസച്ഛൻ അവിടുന്ന് പോരുന്നത് മറ്റുള്ള ആദിവാസികളിൽപ്പെട്ട ആളുകൾ, അവിടുത്തെ കിങ്കരന്മാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പള്ളിയുടെ വാതിക്കൽ ഭയങ്കര ബഹളമൊക്കെ. അപ്പം അദ്ദേഹം പള്ളി വന്നു, അച്ഛനെ കണ്ടു, അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയുടെ വാതിക്കൽ ഭയങ്കര ബഹളമൊക്കെ ആയി. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം വെളി വന്നപ്പോഴത്തേനും അത് പൗലോസച്ഛൻ അറിയാമായിരുന്നു വന്നിരിക്കുന്നത് ഇന്നവരാണെന്ന് അറിയാമായിരുന്നു. അപ്പം പൗലോസച്ഛനും ഈ വികാരി അച്ഛൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ പൗലോസച്ഛൻ തന്നെ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ഇതുകൊണ്ട് അവരെ എല്ലാവരെയും അവിടെ മയക്കി വീഴ്ത്തുകയാണ് ചെയ്തത്. മയക്കി വീഴ്ത്തി കഴിഞ്ഞ് പിന്നെ ബോധം തെളിച്ച് അവരെ മാന്യമായ രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ ഈ മയക്കി വീഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേനും വികാരിയച്ഛന് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പവറുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം വെറുതെ അല്ല തിരിച്ച് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് ഈ നമ്മുടെ പൗലോസച്ഛനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ വികാരിയച്ഛൻ മരിച്ചു പോവുകയും വീണ്ടും ഈ നമ്മുടെ പൗലോസച്ഛൻ ഇവിടുത്തെ വികാരിയാകുകയും ഈ പള്ളിയിലെ വികാരിയാകുകയും കൂടി ചെയ്തു. വികാരിയായി അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കള്ളിയങ്കാട്ട് നീലി അങ്ങനെയുള്ള കുറേ ചാത്തന്മാർ, പ്രേതശല്യങ്ങൾ, മറ്റേ നമ്മുടെ അന്നത്തെ ഉസ്താക്കന്മാരായ മാന്ത്രികന്മാരും ഒക്കെ ആയിട്ട് ഇയാൾ മത്സരിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ സമയത്ത് ഇദ്ദേഹം ഇവിടെ വികാരിയായിരിക്കുമ്പം നമ്മുടെ ത്തേനും മെത്രാൻ പോപ്പ് അങ്ങനെ ആരാണ്ട് വരുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇദ്ദേഹം ദിവ്യനാണ്, ഇന്ന പോലെയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കടമറ്റത്ത് നിന്ന് അങ്ങനെ കടമറ്റത്ത് അച്ഛൻ പേര് എടുത്ത് നമ്മുടെ ഈ പൗലോസച്ഛൻ അങ്ങനെയുള്ള പവറൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു വിദ്യ എനിക്കും ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ മേശപ്പുറത്തിരുന്ന ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് ഒരു മുന്തിരിങ്ങ എടുത്ത് ചെടിച്ചട്ടിക്കകത്ത് കുഴിച്ചിട്ട് അപ്പം തന്നെ ആ മുന്തിരി കിളുത്തു വന്നു. ചെടിയായി, ചെടി വലുതായി, കായായി, പഴമായി. ആ പഴം പറിച്ച് ഈ നമ്മുടെ ബിഷപ്പിന് കൊടുത്ത് ബിഷപ്പ് അത് ഭക്ഷിക്കുകയും ചെയ്തു. അപ്പം ഇതൊരു അതിശയമായിരിക്കുന്നല്ലോ. അപ്പം അതുപോലുള്ള വിദ്യകൾ വരെ അന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വിദ്യകളൊക്കെ പഠിച്ചിരുന്ന ആളിനെ ഈ മെത്രാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. അപ്പം എങ്കിലും ഈ മെത്രാച്ചൻ പോകാൻ നേരം അവിടെയുള്ള ഇടവകക്കാർക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവകക്കാർ ഒന്നെങ്കിൽ പള്ളിയിൽ അച്ഛൻ വികാരിയായിട്ടിരിക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ മന്ത്രവാദമായിട്ട് പൊക്കോണം, അല്ലെങ്കിൽ ഈ മാന്ത്രിക വിദ്യയായിട്ട് പൊക്കോണം. മാന്ത്രിക വിദ്യ ചെയ്യാൻ പറ്റില്ല പള്ളിയിലെ വികാരിയായിട്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അന്ന് ഇടവകക്കാരാണല്ലോ എല്ലായിടത്തും ആവശ്യം. കാരണം ഒരച്ഛന് ഇല്ലെങ്കിൽ അടുത്ത അച്ഛൻ വരും. ഇടവകക്കാരാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ട. അപ്പോൾ ഇടവകക്കാരെ മാനിച്ചുകൊണ്ട് അന്ന് ഈ ബിഷപ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, താങ്കൾ എന്താ തീരുമാനം എടുക്കുന്നത്? ഇത് ഉപേക്ഷിക്കുന്നു അതോ ഇവിടെ നിൽക്കുന്നു, എന്താ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ഞാനിവിടെ വികാരിയായിട്ട് എന്തായാലും സ്ഥാനമേറ്റ ആളല്ലേ, ഞാനിവിടെ തന്നെ നിന്നോളാം. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അന്ന് കുറേ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ കൈവശം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഓലക്കെട്ടുകളും മന്ത്രവടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തീയിലെറിയാൻ പറയുകയാണ്. അവിടെ പള്ളിയുടെ വാതിൽക്കൽ തന്നെ തീ കൂട്ടിയിട്ട് അതിലേക്ക് ഈ ഗ്രന്ഥക്കെട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പം ഗ്രന്ഥക്കെട്ടുകളൊന്നും തീയിൽ വീണില്ല. തീയിൽ വീഴാതെ ഇത് പക്ഷികൾ പറക്കുന്ന പോലെ ആകാശത്തൂടെ പറന്ന് നടക്കുമായിരുന്നു ഈ ഗ്രന്ഥക്കെട്ടുകളെല്ലാം. അപ്പം അത്രയ്ക്കും വിദ്യയുണ്ടെന്നും അത്രയ്ക്കും അതുപോലെ അഗ്രഗണ്യനാണെന്നും മനസ്സിലാക്കിയിട്ട് എല്ലാവരും പിന്നെ ശാന്തരാകുമായിരുന്നു. കാരണം ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും അപ്പം അച്ഛൻ അന്ന് നമ്മുടെ ഈ കടമറ്റത്തച്ഛൻ അന്ന് ഈ ബിഷപ്പിന് വാക്ക് കൊടുത്തു, ഞാനിനി
ആരെയും ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആർക്കും മോശം വരുന്ന രീതിയിലോ ഒരു മന്ത്രവാദവും ഞാൻ ചെയ്യില്ല, ഞാനൊരു നല്ല വികാരിയായിട്ട് ഇവിടെ ഇരുന്നോളാം, അങ്ങനെ പറഞ്ഞാണ് അവിടെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം അവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പഠിത്തം, ഈ നമ്മുടെ കടമറ്റത്തച്ഛൻ്റെ പഠിത്തം എന്ന് പറയുന്നത് ഈ ആദിവാസി പഠിത്തമാണ്, ഊരാളി പഠിത്തമാണ്. അപ്പം ഈ ഊരാളി മൂപ്പൻ കൊടുത്ത അനുഗ്രഹം, അതായത് കൂടുവിട്ട് കൂടുമാറ്റം വരെ, കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റൊരു ശരീരത്ത് നമ്മുടെ ജീവൻ കയറി പ്രവർത്തിക്കാൻ വരെ കഴിവുള്ള വിദ്യ വരെ പഠിച്ചു. ആൾ വലുതാകാനും ചെറുതാകാനുമുള്ള വിദ്യകൾ വരെ പഠിച്ച് അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നീടുള്ള കാലങ്ങളിൽ അവിടെ ഈ അച്ഛന് പോയോടം പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പള്ളിയുണ്ട്. അതായത് ഈ നമ്മുടെ യഥാർത്ഥ ഇടവക പള്ളിയുടെ കുറച്ച് താഴ്ഭാഗത്ത് പോയോടം പള്ളി എന്ന് പറഞ്ഞിട്ട് അച്ഛന് സെപ്പറേറ്റ് ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലാണ് അച്ഛൻ്റേതായിട്ടുള്ള ഉപാസന പാവങ്ങളും, അവിടെയാണ് അച്ഛൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ്. ഈ പോയോടം പള്ളിക്ക് താഴെയായിട്ട് ഒരു കിണറുണ്ട്. ആ കിണർ എന്ന് പറയുന്നത് പാതാളം എന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ്റെ പഠിത്തവും അച്ഛൻ്റെ സേവാമൂർത്തികളെ മുഴുവൻ ഇരുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഈ അച്ഛൻ മരിച്ച് കഴിഞ്ഞിട്ടും ഇദ്ദേഹം മൂപ്പൻ്റെ അടുത്ത് പോകുമായിരുന്നു. അത് ഈ കിണറ്റിനകത്തോട്ട് ഇറങ്ങി പോകുന്നതേ ആളുകൾ കാണത്തുണ്ടായിരുന്നുള്ളൂ. തിരിച്ചും അവിടെ തന്നെ കിണറ്റിൽ നിന്ന് കയറി വരുന്നേ കാണത്തുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അത് എങ്ങനെ പോകുന്നു, എതിലേ പോകുന്നു, ഈ ഭൂമിയും ഈ ഇത് പാതാളത്തിനടി കിണറ്റിനകത്തോട്ട് ഇറങ്ങും, പിന്നെ ആളെ കാണില്ല. കിണറിൻ്റെ അടുത്ത് പോയി നിൽക്കും, പിന്നെ ആളെ കാണില്ല. വെള്ളമുള്ള കിണറാണ്. അപ്പം തിരിച്ചു വരുന്നതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ലാതെ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ശീലമൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പം ഇതിനകത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അച്ഛനും എൻ്റെ വല്യപ്പനും മുത്തച്ഛന്മാരും ഒക്കെ പണ്ട് കാലം തൊട്ടേ ഈ മാന്ത്രികം ചെയ്യുന്ന ആളുകളാണ്, വൈദ്യന്മാരായിരുന്നു. അപ്പം അങ്ങനെയുള്ള വാസ്തു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് കിട്ടിയത് എൻ്റെ അപ്പൻ്റെ വഴിക്കാണ് എനിക്ക് ഇതിൻ്റെ പാരമ്പര്യം കിട്ടിയത്. ഞാനൊരു 18 വയസ്സ് തൊട്ട് ഒറ്റയ്ക്ക് ഞാനിപ്പോൾ അവിടെ പോയി കർമ്മം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബാധാദോഷങ്ങൾ ഞാൻ അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ബാധ എല്ലാം നമ്മൾ സങ്കല്പിക്കുന്നതും ഒതുക്കുന്നതും അടക്കം ചെയ്യുന്നതും ഈ കിണറ്റിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കോഴി വെട്ടി ആട് വെട്ടിയുള്ള കർമ്മങ്ങളൊക്കെ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ, അങ്ങനെ വലിയ വലിയ കേസുകളൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് കടമറ്റമായിട്ടുള്ളൊരു ബന്ധം. ഇപ്പം താങ്കൾ ഇത്രയും പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പം അച്ഛൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ പൂർവികർ ചെയ്തിരുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോഴും അനുവർത്തിച്ചു പോകുന്നത്. അതേ രീതി തന്നെ. അതിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി എനിക്ക് വേറെ അല്ലാതെ ആശാന്മാരുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഇപ്പം ഈ രീതിയിലല്ലാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള കാര്യം, വലിയ രീതിയിൽ ചെയ്യേണ്ടതെല്ലാം എൻ്റെ പാരമ്പര്യം വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളൂ. വലിയ കേസുകളെല്ലാം ചെറിയ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ ആശാന്മാരുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പും അറിവും വെച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഈ കത്തനാർ അച്ഛൻ്റെ സേവ അല്ലെങ്കിൽ ഉപാസന എന്നൊക്കെ പറയുമല്ലോ, മൂർത്തികൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അവയുടെയൊക്കെ ഒരു പ്രത്യേകത അപ്പം കണ്ടിട്ടുള്ളത് എന്താണ്? ഇപ്പം ഊരാളികൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശക്തി, അപ്പം താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? ഈ ഇതിനകത്ത്, ഈ കിണറിനകത്ത് അല്ലെങ്കിൽ ഈ പാതാളം എന്ന് പറയുന്നതിനകത്ത് പാതാള ജിന്നുകളുണ്ട്, പാതാള കാപ്പിരികളുണ്ട്. ഇതൊക്കെ മുസ്ലിം ബാധകളാണ്. അപ്പം ഇതുണ്ട്. ഹിന്ദുപരമായിട്ടുള്ള രീതിയിലുള്ള മൂർത്തികളും അവിടെയുണ്ട്. പാതാള ഭൈരവി,